നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വകുപ്പുകളിൽ മാറ്റമില്ലാതെ മൂന്നാം മോദി മന്ത്രിസഭ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്നാഥ് സിംഗിന് പ്രതിരോധം, സുരേഷ് ഗോപിക്ക് ടൂറിസവും പെട്രോളിയവും. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകൾ ജോർജ് കുര്യന്. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത CPM. കയ്യിലുണ്ടായിരുന്ന സീറ്റ് ജോസ് കെ മാണിക്ക് നൽകി. CPIയിൽ നിന്ന് PP സുനീറും രാജ്യസഭയിലേക്ക്. സീറ്റ് നൽകാത്തതിൽ കടുത്ത പ്രതിഷേധവുമായി RJD. റൊട്ടേഷൻ വ്യവസ്ഥ നടപ്പാക്കാൻ LDF തീരുമാനം. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വഴിത്തിരിവ്. പ്രതി രാഹുൽ നിരപരാധിയെന്ന് പരാതിക്കാരി. പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞതെല്ലാം കള്ളമെന്നും വെളിപ്പെടുത്തൽ. മകളെ കാണാനില്ലെന്ന അച്ഛന്റെ പരാതിയിൽ അന്വേഷണം. ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് യുവതിയുടെ വീഡിയോ സന്ദേശം. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ബാർക്കോഴ വിവാദം നിയമസഭയിൽ ആളിക്കത്തിച്ച് പ്രതിപക്ഷം. സർക്കാരിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രിയുടെ വാദത്തിന് മറുപടി. അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. കേരളത്തിലെ കൂട്ടത്തോൽവിയിൽ CPM PBക്ക് നിരാശ. തോൽവി ആഴത്തിൽ പഠിക്കും. തൃശൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിലും ചേരിപ്പോര് രൂക്ഷം. DCC പ്രസിഡന്റ് രാജിവെച്ചു. രാജി പ്രഖ്യാപിച്ച UDF ജില്ലാ ചെയർമാൻ. ചെറുവണ്ണൂർ ബസ് അപകടത്തിൽ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നടപടി സീബ്ര ലൈനിൽ വിദ്യാർത്ഥിനിയെ ബസ്സിടിച്ച സംഭവത്തിൽ. വാർത്തകളിലേക്ക് വിശദമായി. മൂന്നാം NDA സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരും. S ജയശങ്കർ വിദേശകാര്യം, രാജ്നാഥ് സിംഗ് പ്രതിരോധം, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം, നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി എന്നിവർ തുടരും. സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുമാണ് ലഭിച്ചത്. കിരൺ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. കാര്യമായ മാറ്റങ്ങളൊന്നും രണ്ടാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലെ വകുപ്പുകളിൽ നിന്ന് ഇക്കുറിയുമില്ല. പ്രധാന വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 4 വകുപ്പുകളും കഴിഞ്ഞ തവണ വഹിച്ചിരുന്ന മന്ത്രിമാർ തന്നെയാണ് വഹിക്കുന്നത്. അത് ധനമായാലും ആഭ്യന്തരമായാലും വിദേശകാര്യമായാലും പ്രതിരോധമായാലും അതേ മന്ത്രിമാർ തന്നെയാണ്. മന്ത്രിമാരുടെ ഓർഡർ നൽകിയിരിക്കുന്നത് BJP അധ്യക്ഷന്മാരിലെ സീനിയോറിറ്റി വെച്ച് തന്നെയാണ് ഓർഡർ നൽകി. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നാമത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആദ്യത്തെ പേരായി നൽകിയിരിക്കുന്നത് രാജ്നാഥ് സിംഗാണ്. രാജ്നാഥ് സിംഗാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പ്രതിരോധ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ പേരായി നൽകിയിരിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ ആഭ്യന്തര വകുപ്പാണ്. അമിത്ഷാ കഴിഞ്ഞ തവണയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയായിരുന്നു. മൂന്നാമത്തെ പേരായി നൽകിയിരിക്കുന്നത് നിതിൻ ഗഡ്കരി. അദ്ദേഹവും BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. റോഡ് ഗതാഗതം, ഹൈവേ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് JP നദ്ദ, നിലവിലെ ദേശീയ അധ്യക്ഷൻ. അദ്ദേഹത്തിന് ആരോഗ്യം, കെമിക്കൽ, ഫെർട്ടിലൈസേഷൻ വകുപ്പുകളുടെ ചുമതലയാണുള്ളത്. മറ്റൊന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി, ഗ്രാമവികസനം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. നിർമ്മല സീതാരാമനാണ് ഇക്കുറിയും ധനവകുപ്പും കോർപ്പറേറ്റ് കാര്യവകുപ്പും. നേരത്തെയും നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു. അതിൽ മാറ്റമുണ്ടാകുമെന്ന് ചില സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അതിൽ മാറ്റമുണ്ടായിട്ടില്ല. S ജയശങ്കർ തന്നെയാണ് ഇക്കുറിയും വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹവും കഴിഞ്ഞ തവണയും വിദേശകാര്യ വകുപ്പ് തന്നെയായിരുന്നു. മനോഹർലാൽ ഖട്ടറിന് ഹൗസിംഗ്, നഗരവികസനം, ഊർജ്ജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും BJP നേതാക്കൾക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള വകുപ്പുകളുടെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ വകുപ്പുകളുടെ പ്രാധാന്യം സാധാരണഗതിയിൽ ചില വകുപ്പുകൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യവും മറ്റു വകുപ്പുകൾക്ക് പ്രാധാന്യക്കുറവും ഒക്കെ കൽപ്പിക്കാറുണ്ട്. ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ വകുപ്പുകളുടെ പ്രാധാന്യത്തിൽ ലാഭം കിട്ടിയത് താരതമ്യേന കുറച്ച് MP-മാർ മാത്രമുള്ള 2 MP-മാർ മാത്രമുള്ള JDS-നാണ്. HD കുമാരസ്വാമിക്ക് സ്റ്റീൽ, ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത്. താരതമ്യേന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകുന്ന വകുപ്പ് തന്നെയാണ്. ഘടകകക്ഷി മന്ത്രിമാരിൽ ആദ്യത്തെ നമ്പർ ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യം നൽകിയിരിക്കുന്ന പേരും HD കുമാരസ്വാമിയുടെ തന്നെയാണ്. TDPയിലെ റാം മോഹൻ നായിഡുവിന് നൽകിയിരിക്കുന്നത് വ്യോമയാന വകുപ്പാണ്. അതും വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. നേരത്തെ വ്യോമയാന വകുപ്പ് UPയുടെ കാലത്ത് NCPയിലെ പ്രഭുൽ
പ്രഫുൽ പട്ടേൽ വഹിക്കുകയും ഇത്തവണ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത വിഷയം കൂടിയുണ്ട്. അങ്ങനെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ് JDUവിലെ ലലൻ സിംഗിന് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ബീഹാറിൽ നിന്നുള്ള ഏത് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും അവർ ഏറ്റെടുക്കുന്ന പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ഡയറി തുടങ്ങിയ വകുപ്പുകളാണ്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്, LJPയിലെ ചിരാഗ് പാസ്വാന് 5 MPമാരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ജിതിൻ റാം മാഞ്ചിയാണ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ ബീഹാറിൽ നിന്നുള്ള നേതാവ്. അദ്ദേഹത്തിന് മൈക്രോ, സ്മാൾ, മീഡിയം എന്റർപ്രൈസസ് ആണ്. അത് സാധാരണഗതിയിൽ അതും പ്രാധാന്യമുള്ള വകുപ്പുകൾ തന്നെയാണ്. ഇനി നമുക്ക് കേരളത്തിലെ 2 മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് വന്നാൽ ആദ്യം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയുടെ വകുപ്പാണ്. അദ്ദേഹത്തിന് ഫിഷറീസ്, മൃഗപരിപാലനം, അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണുള്ളത്. അതിൽ ടൂറിസം വകുപ്പ് സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ടതും സാധാരണ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും പ്രത്യക്ഷമായ വികസന സാധ്യതകൾ ഉള്ള ഒരു വകുപ്പ് തന്നെയാണ്. ആ വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രാധാന്യമുള്ള വകുപ്പാണെങ്കിൽ അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യത കുറവുള്ള വകുപ്പാണ് പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ്. എന്നാൽ ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് BJPയുടെ കേരള പൊളിറ്റിക്സിൽ ന്യൂനപക്ഷകാര്യം പലപ്പോഴും മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് കേരളത്തിലടക്കം ലഭിക്കുന്നത്. അതിൽ മാറ്റം വേണമെന്നുള്ള സഭകളുടെയൊക്കെ ആവശ്യം കൂടി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരുന്ന കേരളത്തിൽ നിന്നൊരാൾക്ക് ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഈ വിഭാഗത്തിൽ ജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഫിഷറീസ് വകുപ്പും അദ്ദേഹത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ മൃഗപരിപാലനം, ഡയറി, ഈ 2 വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ള JDU നേതാവ് ലലൻ സിംഗിന്റെ കീഴിലാണ് അദ്ദേഹം സഹമന്ത്രിയായി വരുന്നത്. ഫിഷറീസ് വകുപ്പും മൃഗപരിപാലന വകുപ്പും ഡയറീസും ലലൻ സിംഗിനാണ് വരുന്നത്. ഇങ്ങനെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു ഏകദേശ ചിത്രം. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് അതിനുവേണ്ടി ഘടകകക്ഷികൾ വലിയ വിലപേശലുകളും സമ്മർദ്ദമൊക്കെ ചെലുത്തിയെങ്കിലും അത്തരം വിലപേശലിനോ സമ്മർദ്ദത്തിനോ കാര്യമായ വഴക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഇത്തരം മുന്നണി സംവിധാനം വരുമ്പോൾ അത് ND ആയാലും UP ആയാലും ഘടകകക്ഷികൾക്ക് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നൽകുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു പരിഗണന ഘടകകക്ഷികൾക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും തന്നെ ഇന്ത്യയിൽ നയം തീരുമാനിക്കുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും BJPയിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് ഇക്കുറിയും വഹിക്കുന്നത്. മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് സുരേഷ് ഗോപി രാജിവെക്കുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്ന് പ്രതികരണം. അതേസമയം സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയതിൽ വിവിധ സമുദായ സംഘടനകളും കത്തോലിക്കാ സഭയും സന്തോഷം പങ്കുവച്ചു. സഹമന്ത്രി സ്ഥാനം നൽകിയതിൽ അസംതൃപ്തനാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് താൽപര്യമില്ലെന്നുമായിരുന്നു രാവിലെ മുതൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇന്നലത്തെ ഡൽഹിയിലെ സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ അഭ്യൂഹങ്ങൾക്ക് ബലം പകർന്നു. സിനിമകൾ പലതും തീർക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ അതിനനുവദിക്കില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മനസ്സ്. അതേസമയം നരേന്ദ്രമോദി പ്രത്യേക താൽപര്യമെടുത്ത് ക്ഷണിച്ചതോടെ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി. വൈകി പുറപ്പെടുകയായിരുന്നു. തുടർന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു തുടങ്ങിയത്. ഇതിനോടാണ് FB പോസ്റ്റിലൂടെ കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. രാജിവെക്കുമെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് മോദിക്കൊപ്പം പ്രവർത്തിക്കുന്നത് അഭിമാനകരവും. രാവിലെ സന്ദർശിച്ച സുരേഷ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളോട് താൻ രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. അതേസമയം സുരേഷ് ഗോപിയുടെ സ്ഥാനലബ്ധിയിൽ സന്തോഷം പങ്കിടുകയാണ് വിവിധ സമുദായ സംഘടനകളും കത്തോലിക്ക സഭയും. മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനായി NSS ഇടപെട്ടില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ഇതിനു മുമ്പ് ഇലക്ഷന് ശേഷം ഫോണിൽ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. അതിന്റെ പരാതിയല്ല, അത് പറഞ്ഞ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും സന്തോഷം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രലിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നു. പ്രതിജ്ഞാബദ്ധമായി അതിൽ 2 മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യുക എന്നുള്ളതല്ല, മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. സിറോ മലബാർ സഭയും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും നേതൃത്വത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, News 18. രാജ്യസഭാ സീറ്റ് CPM കേരള കോൺഗ്രസിന് വിട്ടു നൽകി. ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മത്സരിക്കും. മറ്റൊരു സീറ്റ് CPIക്കാണ്. ഇടതുമുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിനുതകുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും EP ജയരാജൻ പറഞ്ഞു.
അതേസമയം രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിൽ മുന്നണി യോഗത്തിൽ പൊട്ടിത്തെറിച്ച് വർഗീസ് ജോർജ്. എല്ലാവർക്കും പരിഗണന കിട്ടണമെന്ന് RJD വാദം ശരിയെന്ന് മുന്നണി യോഗത്തിൽ പിണറായി വിജയൻ സൂചിപ്പിച്ചു. MJ മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി CPM രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും, രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം CPI-യിൽ നിന്ന് PP സുനീറും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ ആനി രാജയുടെയും ഒപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കെട്ടുമെങ്കിലും ഈ രണ്ട് പേരുകളും മറികടന്നാണ് ഒടുവിൽ PP സുനീറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇരു പാർട്ടികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സീറ്റുകളിൽ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് CPM-നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM ഇപ്പോൾ തയ്യാറാകുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങൾ UDF-ൽ നിന്ന് മുന്നണിയിലേക്ക് വന്ന സമയത്ത് ഓരോ അംഗങ്ങളുള്ള, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും. അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യോഗത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിനുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റിൻ്റെ ടേം തീരുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ആ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് തന്നെ നിലനിർത്തട്ടെ എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ തന്നെ CPI-ക്കായിരുന്നു നേരത്തെ ബിനോയ് വിശ്വമായിരുന്നു ഈ ഒരു സീറ്റ് കൈയാളുകയും ചെയ്തിരുന്നത്. ആ സീറ്റ് ഇപ്പോൾ PP സുനീർ നൽകാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ എന്തായാലും യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം CPI-ക്ക് വിട്ടു തരിക. അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDF-ലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDF-ന്റെ താൽപര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPI-എമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDF-ന്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു തീരുമാനത്തിനെതിരെ RJD രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPI-ക്ക് സീറ്റ് നൽകുന്നതിനെ ആണ് ഇത്തരത്തിൽ RJD രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം MP ശ്രേയംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPI-ക്കാണെന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പ്രധാനമായും നിലപാടെടുത്തത് RJD-യെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. അതായത് RJD-യുടെ വാദം ശരിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ ഒരു മുന്നണിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരുന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് ആ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യോഗം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനിയുള്ള രാജ്യസഭാ സീറ്റുകൾ ആ വ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇടതുമുന്നണി യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യസഭാ സീറ്റുകളിലേക്കും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒരു സീറ്റ് CPI-യുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പരാതികളിൽ മലക്കം പറഞ്ഞ യുവതി. രാഹുലിനെതിരെ പരാതിപ്പെട്ടത് വീട്ടുകാരുടെ നിർബന്ധത്താലാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചതെന്ന് പറയാൻ വീട്ടുകാർ നിർബന്ധിച്ചു. രാഹുൽ തന്നോട് നന്നായാണ് പെരുമാറിയത്. ഭർത്താവിനെതിരെ പറഞ്ഞതെല്ലാം നുണയെന്നും അതിൽ പശ്ചാത്താപമുണ്ട് എന്നും യുവതി പറയുന്നു. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട
എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കി യുവതി വീണ്ടും വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. സമ്മർദ്ദം കാരണമാണ് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. അച്ഛൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. താൻ അസിസ്റ്റന്റ് കമ്മീഷണറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുവെന്നും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നതെന്നും പുതിയ വീഡിയോയിൽ യുവതി പറയുന്നു. ഹായ്, ഞാൻ സേഫാണ്. എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും, എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്, ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേ ദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത്, ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം. പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല. എന്താ പറയുക, സത്യം തുറന്ന് പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല.
അതേസമയം മകളെ കാണാനില്ലെന്ന പരാതി യുവതിയുടെ അച്ഛൻ വടക്കേക്കര പോലീസിൽ നൽകി. പോലീസ് പരാതി സ്വീകരിച്ചു. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറിയിട്ടുണ്ട്. വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാലാണ് കേസ് കൈമാറുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. ഡ്രൈവർ എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനിയെ ബസ്സിടിച്ച സംഭവത്തിലാണ് നടപടി. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മദ്യനയത്തിൽ അഴിമതി ആരോപണം സഭയിൽ ആളിക്കത്തിച്ച് പ്രതിപക്ഷം. റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതിരുന്ന പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. എതിരായും അനുകൂലമായും വരുന്ന കാർട്ടൂണുകൾ ആസ്വദിക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജനങ്ങളുമായി സംവദിക്കാൻ കാർട്ടൂണുകളെ പോലെ മറ്റൊന്നിനും അത്ര എളുപ്പം സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരള കാർട്ടൂൺ അക്കാദമിയും ടൂൺസ് അനിമേഷനും ചേർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് കാർട്ടൂൺ മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയായിരുന്നു ഇരുവരും. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജൂറി അംഗം ആർ രാധാകൃഷ്ണൻ, ടൂൺസ് അനിമേഷൻ വൈസ് പ്രസിഡന്റ് വിനോദ് എ.എസ്. ജോൺസൺ, അജിത് കുമാർ, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ. സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിക്കും കൂട്ടയടിക്കും പിന്നാലെ DCC പ്രസിഡന്റ് രാജിവെച്ചു. UDF ജില്ലാ ചെയർമാനും രാജിവെച്ചു. ഇന്നും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയത് സംഘർഷത്തിന് കാരണമായി. തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം പഠിക്കാൻ 3-അംഗ സമിതിയെ വെച്ച് KPCC. KC ജോസഫ്, T. സിദ്ദിഖ്, R. ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. 2 DCC ഭാരവാഹികൾക്ക് സസ്പെൻഷൻ. സജീവൻ കുരിയച്ചിറ, ML ബേബി എന്നിവരെ KPCC സസ്പെൻഡ് ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സജീവമായി കല്യാൺ സിൽക്സ്. കൊച്ചിയിലെ ലക്ഷ്മി ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൾമനോളജി, ENT, പീഡിയാട്രിക്, ഗൈനക്കോളജി, ഓർത്തോപീഡിക് സർജൻ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ 300 പേർ ചികിത്സ തേടി. വരും വർഷങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാനും MDയുമായ TS പട്ടാഭിരാമൻ പറഞ്ഞു. ദേശീയ വാർത്തകളുമായി ഷംന ചേരുന്നു. നമസ്കാരം. കാശ്മീരിലെ റിയാസിയിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട്. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ മരിച്ചത് വെടിയേറ്റാണ്. ഡ്രൈവർ വെടിയേറ്റ് മരിച്ചതോടെ ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ 4 പേർ രാജസ്ഥാനിൽ നിന്നും 3 പേർ ഉത്തർപ്രദേശിൽ നിന്നുമുള്ളവരാണെന്നാണ് റിപ്പോർട്ട്. നടിയും മോഡലുമായ നൂർ മാളവിക ദാസ് മരിച്ച നിലയിൽ. മുംബൈ ലോഖണ്ഡവാലയിലെ ഫ്ളാറ്റിലാണ് മാളവികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സിനിമാ പ്രവർത്തകർക്കിടയിൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണം കണ്ടെത്തണമെന്നും ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വടക്കൻ അറബിക്കടലിന്റെയും മഹാരാഷ്ട്രയുടെയും ഭാഗങ്ങളിലേക്ക് എത്തുന്നതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വടക്കൻ അറബിക്കടലിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്കും ദക്ഷിണ ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയുടെ അധിക ഭാഗങ്ങളിലേക്കും മൺസൂൺ കടക്കും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രജ്വൽ രേവണയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേസുമായി ബന്ധപ്പെട്ട് ജൂൺ 24 വരെ പ്രജ്വൽ കസ്റ്റഡിയിൽ തുടരണമെന്നാണ് കോടതി ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച രാവിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. കങ്കണ റണാവത്തിന്റെ കരണത്തടിച്ച CISF വനിതാ കോൺസ്റ്റബിളിന് തന്തൈ പെരിയോർ ദ്രാവിഡ കഴകം സ്വർണ്ണമോതിരം സമ്മാനം നൽകും. കർഷകർക്കായി നിലയുറപ്പിച്ച കുൽവിന്ദർ കൗറിന് 8 ഗ്രാമിന്റെ സ്വർണ്ണമോതിരമാണ് നൽകുക. കുൽവിന്ദർ കൗറിന്റെ വീട്ടിലെ വിലാസത്തിൽ കൊറിയർ വഴിയോ അല്ലെങ്കിൽ പ്രത്യേക ദൂതൻ വഴിയോ മോതിരം അയക്കുമെന്ന് TPDK ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ അറിയിച്ചു. കങ്കണ റണാവത്തിന്റെ കരണത്തടിച്ചതിന് പിന്നാലെ അറസ്റ്റിലായ കോൺസ്റ്റബിളിനെ CISF സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കുൽവിന്ദർ കൗറിന് ജോലി നൽകുമെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ ദാദ്ലാനിയെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഇതോടെ ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.